നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസികളെ സംബന്ധിച്ച് ഈ കോവിഡിന്റെ ദുരന്തം ഒരുപാട് കാര്യങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആശയക്കുഴപ്പങ്ങൾ നിരവധിയാണ്. തൊഴിൽ സംബന്ധമായ ചോദ്യങ്ങൾ, വെല്ലുവിളികൾ നിരവധിയാണ്. ഇതിനിടയിൽ മറ്റൊരു കൊലച്ചതി കൂടി പ്രവാസി സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. ഏതായാലും ഗൂഗിളും സുന്ദർ പിച്ചൈയടക്കം ആ ഒരു തീരുമാനം കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുന്നു. നിരവധി പ്രവാസി സ്വപ്നങ്ങൾക്ക് ഇനി കരിനിഴൽ വീഴുമോ? വിദേശ തൊഴിൽ വിസകൾ വിലക്കിയിരിക്കുന്നു. അമേരിക്കയുടെ തീരുമാനത്തിൽ നിരാശയുണ്ടെന്ന് ഗൂഗിൾ മേധാവി പറയുകയാണ്. അമേരിക്കയുടെ സാമ്പത്തിക പുരോഗതിയിൽ കുടിയേറ്റക്കാർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗൂഗിളിനെ ടെക് മേഖലയിൽ വലിയ നേട്ടങ്ങളിലെത്തിച്ചതിൽ കുടിയേറ്റക്കാർ കാരണമായിട്ടുണ്ടെന്ന് സുന്ദർ പിച്ചൈ പറഞ്ഞു. വിദേശ തൊഴിൽ വിസകൾക്ക് ഈ വർഷം മുഴുവൻ വിലക്ക് ഏർപ്പെടുത്തി അമേരിക്കയുടെ തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിച്ചാണ് ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ അടക്കം രംഗത്ത് വന്നിരിക്കുന്നത്. കുടിയേറ്റക്കാർക്കൊപ്പമാണ് താനുള്ളതെന്നും എല്ലാവർക്കും അവസരം ലഭിക്കണമെന്നതാണ് തന്റെ നിലപാടെന്നും സുന്ദർ പിച്ചൈ ട്വീറ്റ് ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക പുരോഗതിയിൽ കുടിയേറ്റക്കാർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗൂഗിളിനെ ടെക് മേഖലയിൽ വലിയ നേട്ടങ്ങളിൽ എത്തിച്ചതിൽ കുടിയേറ്റക്കാർ കാരണമായിട്ടുണ്ടെന്നും സുന്ദർ പിച്ചൈ പ്രതികരിക്കുകയാണ്. പുതിയ തീരുമാനത്തിൽ നിരാശയുണ്ട്. ഒരുപാട് പ്രവാസികൾക്കും നിരാശയുണ്ട്. ഒരുപാട് കുടിയേറ്റ തൊഴിലാളികൾക്കും നിരാശയുണ്ട്. ഏതായാലും സുന്ദർ പിച്ചൈ ഇത് പറയുമ്പോൾ ഒരുപാട് പേരുടെ വേദനകൾ കൂടിയാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. പുതിയ നിയന്ത്രണങ്ങൾക്ക് പിന്നിൽ വംശീയതയാണ് കാരണമെന്നും ട്രംപ് ഭരണകൂടത്തിന്റെ പരാജയം മറച്ചുവെക്കാനുള്ള ശ്രമമാണ് കാരണമെന്നും നിരവധി പേരാണ് വിമർശിക്കുന്നത്. അതിവിദഗ്ധ തൊഴിലാളികൾക്കുള്ള വിസകൾ, ഹ്രസ്വകാല തൊഴിലാളികൾക്കുള്ള വിസകൾ, കമ്പനി മാറ്റത്തിനുള്ള വിസകൾ എന്നിവ വിലക്കിയുള്ള സുപ്രധാന ഉത്തരവിലാണ് പ്രസിഡന്റ് ട്രംപ് ഒപ്പിട്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിലുള്ളവർക്ക് വിലക്ക് ബാധകമല്ലെന്ന് വിശദമാക്കിയാണ് ഉത്തരവ്. ഈ മാസം വരെ വിസകൾ വിലക്കി നേരത്തെ പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടിരുന്നു. ഈ വിലക്ക് ഈ വർഷം മുഴുവൻ നീട്ടിക്കൊണ്ടുള്ള പുതിയ ഉത്തരവാണ് ഇപ്പോൾ വന്നത്. COVID-19 വ്യാപനം തടയാനുള്ള നടപടിയുടെ ഭാഗമായാണ് നീക്കമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഉത്തരവ് പുറത്തിറക്കിയപ്പോൾ പറഞ്ഞത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി സ്വപ്നങ്ങൾക്കാണ് ഇവിടെ കരിനിഴൽ വീണിരിക്കുന്നത്. ഇനിയുള്ള ലോകത്തെ ജീവിതം എന്ത് എന്നൊരു ചോദ്യമായി തള്ളി നീക്കുന്ന നിരവധി പേർ, പ്രത്യേകിച്ചും അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെ ഉറ്റുനോക്കിയിരുന്ന പ്രവാസികൾ, അവരുടെ ജീവനും സ്വപ്നത്തിനുമാണ് തിരിച്ചടിയേൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.